ഈ ഒരു വീഡിയോയിൽ നമ്മൾ സെൻട്രൽ വെയർഹൗസിൻ്റെ ഇൻവെൻട്രി സിസ്റ്റം എങ്ങനെയാണ് ബ്രാഞ്ചുകളിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. മാനേജ് മീൻസ് അവിടുത്തെ ഇൻവെൻട്രി സിസ്റ്റം നമുക്കിവിടെ ബ്രാഞ്ചിൽ കാണാനും അതുപോലെ തന്നെ നമുക്ക് വെയർഹൗസിലേക്ക് ഓർഡറുകൾ പ്ലേസ് ചെയ്യാനുമുള്ള ഓപ്ഷൻസാണ് നമ്മൾ നോക്കുന്നത്. നമ്മളിവിടെ കാണുന്നത് ഇൻവെൻട്രിയിൽ പോവുക, സ്റ്റോക്ക് ലെഡ്ജറിൽ പോവുക, വെയർഹൗസ് മാസ്റ്റർ ഡാറ്റയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ വെയർഹൗസിലുള്ള ഇൻവെൻട്രി സിസ്റ്റം നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിപ്പോൾ വെയർഹൗസിലെ കാറ്റഗറീസാണ്. നമ്മൾ ഓരോ കാറ്റഗറിയിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കാറ്റഗറിയിൽ എത്ര പ്രൊഡക്ട്സ് ഉണ്ട് അതേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ പ്രൊഡക്ട്സിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഇവിടെ കാണും. പ്രൊഡക്റ്റിൻ്റെ പേര്, ക്വാണ്ടിറ്റി ടൈപ്പ്, എത്ര പീസസ് ആണ് ആ പ്രൊഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി ടൈപ്പിലുള്ളത്, അതിൻ്റെ കാറ്റഗറി, സെല്ലിംഗ് പ്രൈസ്, ടാക്സ് പെർസെൻറ്റേജ്, കറൻറ്റ് സ്റ്റോക്ക്, ഇത്രയും നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്കിവിടെ ഓരോ കാറ്റഗറിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ആ കാറ്റഗറിയിലുള്ള പ്രൊഡക്ട്സുകൾ മാത്രം നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി നമ്മൾ ഓൾ ഐറ്റംസെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് എല്ലാ ഐറ്റംസും ഇവിടെ ലോഡായി വരും. ഇനി നമുക്കിവിടെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഐറ്റം മാത്രം കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ടൈപ്പ് ചെയ്യുന്ന പേരിലുള്ള ഐറ്റംസ് നമുക്കവിടെ ലിസ്റ്റ് ചെയ്ത് വരും. അതല്ല നമുക്ക് ഐറ്റത്തിൻ്റെ പേരിൻ്റെ സ്റ്റാർട്ടിങ് അറിയത്തില്ല, നമുക്ക് ജസ്റ്റ് ഏതെങ്കിലും ഒരു നെയിം മാത്രം അറിയത്തുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പെർസെൻറ്റേജ് കൊടുത്തിട്ട് ആ ഒരു പേരടിച്ച് കഴിഞ്ഞാൽ ആ ഒരു പേരിലുള്ള ഐറ്റംസ് ഫുള്ള് ഇവിടെ ലിസ്റ്റ് ചെയ്ത് വരും. ഓക്കെ, ഇനി നമുക്കിതിനെ നമുക്ക് PDF-ലേക്കോ എക്സിലേക്കോ വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും ഈ ഒരു ലിസ്റ്റിനെ. ഇനി ഇവിടെ ഒരു റിഫ്രഷ് ബട്ടൺ ഉണ്ട്. ഈ റിഫ്രഷ് ബട്ടൺ എന്താണെന്ന് വെച്ചാൽ ബൈ ഡിഫോൾട്ട് ഈ ഒരു ഇൻവെൻട്രി സിസ്റ്റം ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പർട്ടിക്കുലർ സെക്കൻഡ്സിൽ നമ്മുടെ വെയർഹൗസിലെ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്തിട്ട് ഡാറ്റാസ് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം വെയർഹൗസിലെ സിസ്റ്റത്തിൽ സ്റ്റോക്കിൽ എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഇവിടെ എഫക്റ്റ് ആവും. പക്ഷേ ഒരു ചെറിയ പീരീഡ് നമ്മൾ വെച്ചിട്ടുള്ള പീരീഡിലായിരിക്കും അത് സിങ്ക്രണൈസ് ആകുന്നത്. ഇനി അതെല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മളിവിടെ ഈ റിഫ്രഷ് ബട്ടൺ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ഈ സിസ്റ്റം വെയർഹൗസിലെ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്തിട്ട് അവിടുത്തെ ഇൻവെൻട്രി സിസ്റ്റത്തെ ലോഡ് ചെയ്യും. അപ്പം എന്തെങ്കിലും സ്റ്റോക്കിൽ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ വെയർഹൗസിലെ ഇൻവെൻട്രിയുടെ ഇൻഫർമേഷൻ നമുക്ക് ബ്രാഞ്ചുകളിൽ കാണുന്ന ഓപ്ഷൻ. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് നമ്മൾ ഇൻവെൻട്രി നമ്മൾ ഓർഡർ ഫോം ക്രിയേറ്റ് ചെയ്യാം. അതായത് ഇപ്പം നമ്മുടെ ബ്രാഞ്ചിലേക്ക് കുറച്ച് ഐറ്റംസ് വേണം. അപ്പം നേരത്തെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ചിലപ്പോൾ നമ്മൾ ഫിസിക്കലി നമ്മൾ പേപ്പർ എഴുതി ഉണ്ടാക്കിയിട്ട് നമ്മൾ ഒന്നുമില്ലേ വാട്സപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ അവരോട് വിളിച്ചു പറയുകയായിരിക്കും ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ സിസ്റ്റത്തിൽ ഓൾറെഡി വെയർഹൗസിൻ്റെ കംപ്ലീറ്റ് ഐറ്റം മാസ്റ്റർ ഉണ്ട്, അതിൻ്റെ സ്റ്റോക്ക് അടക്കമുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തന്നെ ഡയറക്റ്റ് വെയർഹൗസിലേക്ക് നമുക്ക് ഓർഡർ കിട്ടും. അപ്പോൾ നമ്മളിവിടെ ഈ സ്ക്രീൻ നോക്കുക, ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക് നമ്പറും കാര്യങ്ങളൊക്കെ വരും. ഇവിടെ നമ്മൾ പ്രിപ്പയർഡ് ബൈ ഓർഡർ പ്ലേസ് ചെയ്യുന്നതിനുള്ള പേര്, പിന്നെ ഈ ബ്രാഞ്ചിൻ്റെ പേര് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഏത് ബ്രാഞ്ചിൽ നിന്നാണ് ചെയ്യുന്നത് ആ പേര് ഇവിടെ ഓട്ടോമാറ്റിക്കലി വരും. ഇവിടെ നമ്മൾ വെയർഹൗസിൻ്റെ ഐറ്റത്തിൻ്റെ പേരടിക്കുക. ഈ വരുന്ന ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെയർഹൗസിലെ ഇൻവെൻട്രി സിസ്റ്റമാണ്, നമ്മുടെ ഈ ബ്രാഞ്ചിലെ ഇൻവെൻട്രി സിസ്റ്റം അല്ല. അപ്പോൾ അത് നമ്മൾ ഏതൊക്കെ പേരാണോ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്, സ്റ്റോക്ക് വെയർഹൗസിലുണ്ടെന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്ക് വേണ്ട സ്റ്റോക്ക് നമ്മളിവിടെ അടിക്കുക. ബാക്കി റേറ്റും കാര്യങ്ങളൊന്നും നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഐറ്റംസ് നമുക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ഈ ലിസ്റ്റിൽ നമ്മുടെ കാണാൻ പറ്റും. ഈ റൈറ്റ് സൈഡിൽ നമുക്ക് സ്റ്റോക്ക് എത്രയാണെന്ന് കാണാൻ പറ്റും. നമ്മൾ എത്രയാണ് സ്റ്റോക്ക് അടിക്കുക, സേവ് ചെയ്യുക. സേവ് ചെയ്ത് എൻ്റർ ചെയ്യുക. എന്തെങ്കിലും റിമാർക്സ് നമുക്ക് കൊടുക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ സേവ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ സേവായി. നമുക്കിത് വേണമെങ്കിൽ പ്രിൻ്റ് എടുക്കണമെങ്കിൽ പ്രിൻ്റ് എടുക്കാം. ഓക്കെ, ഇനി ഇവിടെ നമുക്കൊരു റിഫ്രഷ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ഈ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ വെയർഹൗസിലെ സ്റ്റോക്ക് നമുക്ക് വീണ്ടും റിഫ്രഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ബ്രാഞ്ചിൽ റിഫ്രഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും റിഫ്രഷ് ആവും. ഇത് നമ്മൾ ഓർഡർ സേവ് ചെയ്ത് സേഫ് മോഡിലായിരിക്കും നമ്മൾ ഓർഡർ സേവ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് എഡിറ്റിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം നോക്കിയിട്ട് എല്ലാം ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നമുക്കിതിനെ പോസ്റ്റഡ് മോഡിലേക്ക് ആക്കാം. പോസ്റ്റഡ് മോഡിലേക്ക് ആക്കി കഴിഞ്ഞാൽ നമ്മളിവിടെ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. നമ്മളിവിടെ സേവ് ബട്ടൺ ക്ലിക്ക് കഴിഞ്ഞാൽ ഈ പോസ്റ്റഡ് മോഡിലുള്ള സാധനം ഓട്ടോമാറ്റിക്കലി നമ്മുടെ സെൻട്രൽ പോസ്റ്റ് ആവും. അപ്പോൾ നമ്മൾ സെൻട്രൽ വെയർഹൗസിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് സെൻട്രൽ വെയർഹൗസിലെ സിസ്റ്റമാണ്. അപ്പം അവിടെ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഇൻവെൻട്രിയിൽ പോയി കഴിഞ്ഞാൽ
അവർക്കിവിടെ നമ്മൾ പോസ്റ്റ് ചെയ്തേക്കുന്നത് വേണ്ട. ഇവിടെ നമുക്കിവിടെ അലേർട്ട് വരും. സെൻട്രൽ വെയർ ഹൗസിൽ നമുക്ക് അലേർട്ട് വരും, ന്യൂ ഓർഡർ റിസീവ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ നമ്മൾ പോയിരുന്നാൽ ഇവിടെ ഓട്ടോമാറ്റിക്കലി നമുക്കിവിടെ ആ ഓപ്ഷൻ ഇവിടെ വന്നു. ഇപ്പോൾ നമ്മൾ ആ ബ്രാഞ്ചിൽ നിന്ന് ക്രിയേറ്റ് ചെയ്ത ഓർഡർ ഇവിടെ കാണിക്കും. അപ്പം സെൻട്രൽ വെയർ ഹൗസിലുള്ള ആൾക്കാർക്ക് അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവും. അപ്പം ഇതിനകത്ത് എന്തെങ്കിലും ക്വാണ്ടിറ്റിയോ അല്ല ഐറ്റംസോ എന്തെങ്കിലും ചേഞ്ചസോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ചെയ്യാം. അതിനുശേഷം അവർ ഈ ഓർഡറിനെ പ്രോസസ്സ് ചെയ്യും. പ്രോസസ്സ് ചെയ്തിട്ട് ഇതിനെ സേവ് ചെയ്യും. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അവർക്ക് ഡയറക്റ്റ് ഇവിടുന്ന് തന്നെ ഇൻവോയ്സ് ചെയ്യാനായിട്ട് പറ്റും. കൺവേർട്ട് ടു ഇൻവോയ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇൻവോയ്സിൻ്റെ സ്ക്രീനിലേക്ക് വരും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സെയിൽസിൻ്റെ സ്ക്രീൻ ഡയറക്റ്റ് ഓണാക്കിയിട്ട് നമുക്കിവിടെ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, കൺവേർട്ട് ബാങ്ക് ഓർഡർ ഫോം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രോസസ്സ് ചെയ്ത ഓർഡർ ഫോം ഇവിടെ കാണാൻ പറ്റും. ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഐറ്റംസ് ഓർഡർ വന്നു. ഇനി നമുക്കിവിടെ ആ ഓർഡർ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ ഇൻവോയ്സ് ആയി. ഓക്കെ, ഇൻവോയ്സ് ആയി കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ സ്റ്റാറ്റസ് മാറി ഓർഡർ ഇൻവോയ്സിൽ നിന്നാക്കി. ഇനി വെയർ ഹൗസിൽ നിന്ന് അവർ സാധനങ്ങൾ നമുക്ക് അവർ സെൻഡ് ചെയ്യും. ഓക്കെ, നമ്മുടെ വെയർ ഹൗസിലെ സിസ്റ്റത്തിൽ അവരുടെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സ്റ്റാറ്റസ് മാറിയിട്ടുണ്ടാവും. ഓർഡർ ഇൻവോയ്സ് ആക്കി നമ്പർ ഇത് ഞാനിത് നമ്മുടെ ഇൻവെൻട്രി നമ്മുടെ സിസ്റ്റത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇൻവെൻട്രി നോക്കിക്കഴിഞ്ഞാൽ സോറി ഇൻവെൻട്രി വെയർ ഹൗസ് ഓർഡർ വ്യൂ ഉണ്ടോ. ഇവിടെ നമ്മുടെ സിസ്റ്റത്തിൽ അത് ഓൾറെഡി വെയർ ഹൗസിൽ നിന്ന് ഓർഡർ ഇൻവോയ്സ് ആക്കി എന്നുള്ളതിൻ്റെ ഇൻഫർമേഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇന്ന് ഈ ഇൻവോയ്സ് നമ്പറിലാണ് അവർ ഓർഡർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഇൻവോയ്സിൻ്റെ ആ ഓർഡറിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇവിടുന്ന് അടിച്ചു വിട്ടാൽ ഇത് തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും. ചേഞ്ചസ് എന്തെങ്കിലും ചെയ്ത് നമുക്കിവിടെ കാണാൻ പറ്റില്ല, അത് പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. ജസ്റ്റ് അതിൻ്റെ സ്റ്റാറ്റസ് മാത്രം നമുക്കിവിടെ ചേഞ്ച് ചെയ്യാൻ കാണാൻ പറ്റും, ഇൻവോയ്സ് നമ്പർ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ വെയർ ഹൗസ് ഇൻവെൻട്രി സിസ്റ്റത്തിൻ്റെ ഒരു ഓപ്ഷൻ അതിനകത്ത് എങ്ങനെ വരുന്നത്. നമുക്കപ്പോൾ ബ്രാഞ്ചുകളിൽ നിന്ന് നമുക്ക് വെയർ ഹൗസിലെ ഇൻവെൻട്രി സിസ്റ്റം വിത്ത് സ്റ്റോക്ക് നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഡയറക്റ്റ് ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റും. വൺസ് ഓർഡർ പ്ലേസ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് വെയർ ഹൗസിലെ സിസ്റ്റത്തിൽ അത് വരും. അത് അവരവിടെ പ്രോസസ്സ് ചെയ്തിട്ട് അതിനെ വീണ്ടും ഇൻവോയ്സ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. വൺസ് അവർ ഓർഡർ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻവോയ്സ് ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാറ്റസ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് വെയർ ഹൗസിൻ്റെ ഇൻവെൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്.